തിരുവനന്തപുരത്ത് സുധീർ കരമനയൊന്നും ചിത്രത്തിലേക്ക് വന്നിട്ടേയില്ല. LDF 61, UDF 72, NDA 4 എന്നുള്ളതാണ് കണക്ക്. എന്താണ് സംഭവിക്കുന്നത്? LDF 61, UDF 72, NDA 4. കളമശ്ശേരിയിൽ വി അബ്ദുൾ ഗഫൂറാണ് മുന്നിലുള്ളത്. തിരുവനന്തപുരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CP ജോൺ തന്നെയാണ് മുന്നിലുള്ളത്. സുധീർ കരമനയൊന്നും ചിത്രത്തിലില്ല. വേങ്ങരയിൽ KM ഷാജിയാണ് മുന്നിലുള്ളത്. പേരാവൂർ, മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റയൊക്കെ UDF ആണ് മുന്നിലുള്ളത്. കൊയിലാണ്ടി, പേരാമ്പ്രയും UDF ആണ് മുന്നിലുള്ളത്. K ശബരിനാഥൻ ചിത്രത്തിലേക്ക് വന്നിട്ടില്ല. നേമത്തൊരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാനായി UDF കൊണ്ടുവന്നതാണ് K ശബരിനാഥനെ. അവിടെ നേമത്ത് VS ജോയി പിന്നിൽ പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ മുന്നിൽ വന്നിരുന്നല്ലോ. അപ്പൊ എന്തായാലും ആലുവയിൽ AM ആരിഫ് പിന്നിലാണ് എന്നുള്ളതാണ്. അരൂരിൽ ഷാനിമോൾ ഉസ്മാനാണ് മുന്നിലുള്ളത്. തിരൂരങ്ങാടി UDF, താനൂർ UDF, തിരൂർ UDF, കോട്ടക്കൽ UDF, തവനൂരും പൊന്നാനിയും LDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ UDF എന്നുള്ളതാണ്. തൃത്താലയിൽ തുടക്കം മുതൽ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുവായൂർ LDF, കുന്നംകുളം LDF, ചേലക്കര LDF, ആലത്തൂർ LDF, നെന്മാറ, ചിറ്റൂർ, തരൂരൊക്കെ LDF ആണ് ലീഡ് ചെയ്യുന്നത്. അതും ആദ്യം മുതൽ തന്നെ അങ്ങനെ ഒരു ലീഡുണ്ട്. 62 LDF, UDF 71, NDA 5. കോഴിക്കോട് സൗത്തിലാണ് NDA ലീഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കോട് സൗത്തിലാണ് T റെനീഷ് ആണ് ലീഡ് ചെയ്യുന്നത്. അപ്രതീക്ഷിതമായൊരു ലീഡാണെന്ന് എനിക്ക് തോന്നുന്നു. NDA പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വലിയൊരു ഇതുവരെ കാണാത്തൊരു ലീഡാണ്. പറഞ്ഞു കേൾക്കാത്തൊരു മണ്ഡലത്തിൽ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ ഒരു ലീഡ് NDAക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. പെരുമ്പാവൂർ മനോജ് മൂത്തേടത്തും മുന്നിലാണ് എന്നുള്ളതും കാണുന്നുണ്ട്. കുന്നത്തുനാടിൽ PV ശ്രീനിജനാണ് മുന്നിലുള്ളത്. VD സജീന്ദ്രനാണ് പറവൂരിൽ മുന്നിലുള്ളത്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ ആണ് മുന്നിലുള്ളത്. UDF 71, LDF 62, മന്ത്രി P രാജീവ് പിന്നിലായിരിക്കുന്നു. മന്ത്രി P രാജീവ് പിന്നിലാണ് എന്നുള്ള ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്ന. പിറവത്ത് അനൂപ് ജേക്കബാണ് മുന്നിലുള്ളത്. ഇരവിപുരത്തെ മാറ്റുകൾ നാടൻ തന്നെയാണ് മുന്നിൽ. തുടക്കം മുതൽ ലീഡ് മാറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആറന്മുളയും അങ്ങനെ തന്നെയാണ്. ആറന്മുളയിൽ UDF തന്നെ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് അതെ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്. വർക്കലയും ആറ്റിങ്ങലും LDF, ചിറയൻകീഴ് UDF, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം LDF, വാട്ടിയൂർക്കാവും തിരുവനന്തപുരം UDF, നേമത്ത് NDA, അരുവിക്കര പാറശാല UDF, കാട്ടാക്കട LDF, കോവളം, നെയ്യാറ്റിങ്കര UDF എന്നുള്ള കണക്കിലാണ് പോകുന്നത്. ബാലകൃഷ്ണൻ തന്നെയാണ് ബത്തേരിയിലും മുന്നിൽ. LDF 62, UDF 71, NDA പിന്നിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യ സമയങ്ങൾ നേരത്തെ മഞ്ചേശ്വരത്ത് മുന്നിൽ തന്നെയാണ് മുന്നിൽ. കോവളത്ത് M വിൻസെന്റ് മുന്നിൽ നിൽക്കുന്നു. കണ്ണൂരിൽ UDF തന്നെയാണ്. TO മോഹനാണ് മുന്നിൽ. അതുപോലെ തന്നെ VPP മുസ്തഫയാണ് മുന്നിൽ. സന്ദീപ് ആയിട്ടൊന്നും ചിത്രത്തിൽ വന്നിട്ടില്ല. ഏറ്റുമാനൂരിൽ VN വാസവനാണ് മുന്നിൽ. ബേപ്പൂരിൽ PM മുഹമ്മദ് റിയാദ് ആദ്യം മുതൽ ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വർക്കലയിലും V ജോയി മുന്നിലെത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ TA മധുസൂദനാണ് മുന്നിലുള്ളത്. തിരുവഞ്ചൂരും എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആദ്യം മുതൽ തന്നെ മുന്നിൽ തന്നെയുള്ളതാണ്. ചാണ്ടി പ്രസാദാണ് മുന്നിൽ നിൽക്കുന്നത്. ചാണ്ടിയുമൻ തുടക്കം മുതൽ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചാണ്ടിയുമൻ, T സിദ്ദിഖ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കം മുതൽ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കോഴിക്കോട് സൗത്തിൽ ഇപ്പോഴും BJP തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ചേലക്കര പ്രദീപാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിലുള്ളത്. സിറ്റിംഗ് MLA. ചേലക്കരയിൽ UR പ്രദീപാണ് മുന്നിലുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ തവണ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ആണ് UR പ്രദീപിനോട് പരാജയപ്പെട്ടതിനു ശേഷമാണ് ഇത്തവണ ചിറയൻകീഴിൽ രമ്യ ഹരിദാസിന് സീറ്റ് കൊടുത്ത് പല ഘട്ടങ്ങളിലും ലീഡ് ചെയ്യുന്നത്. ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് രമ്യ ഹരിദാസ് തന്നെയാണ് ചിറയൻകീഴിൽ എന്ന് എനിക്ക് തോന്നുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ മുന്നിലാണ്. P പ്രസാദ് മുന്നിലാണ്. പേരാവൂരിൽ KK ശൈലജ ഒരു തവണ പോലും ചിത്രത്തിലേക്ക് മുന്നിൽ. അമ്പലപ്പുഴയിൽ ആദ്യ സമയം എൽസല മുന്നിൽ വന്നെങ്കിലും പിന്നീട് ഇപ്പോൾ വീണ്ടും പിന്നിലായിട്ടുണ്ട്. G സുധാകരൻ തന്നെയാണ് അവിടെയും വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂർ മുന്നിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ കായംകുളത്ത് MLJ ആയിരുന്നില്ല മുന്നിൽ വന്നിരുന്നത്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് മുന്നിൽ വന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് OJ ജനീഷ്. ചിത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.